ഈടായിട്ട് ഇപ്പോൾ കണ്ടുവരുന്ന ഇൻസ്റ്റഗ്രാമിലും ഇതിലൊക്കെ പലതരം സോഷ്യൽ മീഡിയയിലും കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സെയിൽ എന്നുള്ളത്. ഈടായിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ബെറ്റിംഗ് ആപ്പുകളെ സ്റ്റോപ്പ് ചെയ്തിരുന്നു, അതായത് പൂർണ്ണമായിട്ടും നിർത്തലാക്കിയിരുന്നു. ഈ ഒരു സമയം ഇവർ ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡിങ്ങാണ്. ട്രേഡിങ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഏതെങ്കിലും ഒരു ഇൻഡിക്കേറ്റർ പ്രൊമോഷൻ ചെയ്യാം. ഇത് പ്രോപ്പറായിട്ട് നല്ല റിസൾട്ട് ഉണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് വലിയ അതിന് പ്രൊമോഷൻ ചെയ്യണം അല്ല, ഒരു പ്രോപ്പറായിട്ടുള്ള ട്രേഡിംഗ് അല്ല അവിടെ ചെയ്യുന്നത്. ആ ഒരു ഇൻഡിക്കേറ്ററിനെ അത്രയും ഡീപ്പായിട്ട് വിശ്വസിച്ച് കണ്ട് ആ ഒരു ഇൻഡിക്കേറ്റർ ഫുള്ളി എന്താ പറയുക ട്രസ്റ്റ് ചെയ്തിട്ട് ട്രേഡ് എടുക്കുക. പ്രത്യേകിച്ച് ഇവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാജിക് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അത്രയും വിന്നിങ് റേഷ്യോ ഉണ്ട് കാര്യങ്ങൾ എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇവർ ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സിന് പ്രൂഫായിട്ട് വെക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം തന്നെ എടുക്കുക. ഇത്തരത്തിലുള്ള എന്താ പറയുക ഒരു പിയാനലാണ് ഇവർ ഇതിന് പ്രൂഫായിട്ട് വെക്കുന്നത്. കറക്റ്റ് ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ചെറിയ ചെറിയ വിന്നിങ് അല്ല. ഇതുപോലെ എന്ന് വെച്ചാൽ നമ്മളെ പല ഇവൻറ്റുകളൊക്കെ കാണുന്ന ചൂതാട്ടം പോലെയുള്ള കാര്യങ്ങളല്ല. ചൂതാട്ടം ചിലപ്പോൾ 2-3 നമ്മൾ ജയിക്കും, പിന്നെ നമ്മൾ ടോട്ടലി അത് മൊത്തമായിട്ട് അതിൽ ലോസ് ആവുന്നതാണ് കാണാറുള്ളത്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതും ഇതുപോലെയൊക്കെ തന്നെ. ഇവരിതിന് പ്രൂഫായിട്ട് കാണിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തെ ഒരു മാസത്തിലുള്ള ഒരു PNL കാണിച്ചുകൊണ്ടാണ് ഇവരിതിനെ പ്രൂവ് ചെയ്യുന്നത്. അതായത് ഇത് കറക്റ്റ് ഒരു സ്ട്രാറ്റജി അല്ല, ഇതൊരു കറക്റ്റ് ടൂളാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കറക്റ്റ് ഇൻഡിക്കേറ്റേഴ്സ് ആണെന്ന് പറഞ്ഞ് കാണിക്കുന്നത് ഈ ഒരു 1 മന്ത് ഒക്കെ ഉള്ള ഈ 1 മന്ത് ഒക്കെ ഉള്ള ഈ ഒരു PNL ആണ് കാണിക്കുന്നത്. യഥാർത്ഥ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു 2-3 വിന്നിങ് അല്ല, അതായത് ലക്കി ആയിട്ടുള്ളൊരു വിന്നിങ് അല്ല യഥാർത്ഥ ട്രേഡിംഗ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ചൂതാട്ടം പോലെയുള്ളൊരു കളിയിലും 2-3 കളി ചിലപ്പോൾ നമ്മൾ ജയിക്കും, 3-ാമത്തെ കളി അല്ലെങ്കിൽ 4-ാമത്തെ കളിയിൽ മൊത്തമായിട്ട് പോകുന്ന ഒരു കാഴ്ച കാണാറില്ല. അതുപോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള ട്രേഡിംഗ് ഇൻഡിക്കേറ്റേഴ്സ് ആയാലും ബോട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാലും എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ അത് ഓക്കെ അല്ല, അത് നടക്കില്ല, അത് സക്സസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്തുകൊണ്ടൊക്കെ ഉള്ള ഒരു ബോട്ട് അല്ലാന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, അതായത് ഹ്യൂമൻ സപ്പോർട്ടോട് കൂടി വർക്ക് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഓക്കെ. ഇപ്പം പ്രോപ്പറായിട്ടുള്ള ഒരു ഏരിയ POE പോയിൻ്റൊക്കെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബോട്ടാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അത് നിങ്ങളൊരു സ്ട്രാറ്റജി പ്രോപ്പറായിട്ട് നിങ്ങളത് എന്താ പറയുക ടൂളായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വിശ്വസിക്കാം. എൻ്റെ ഒരു പേഴ്സണൽ വ്യൂസിൽ അത് ഞാൻ ഒരിക്കലും അനുകൂലിക്കാത്തൊരു കാര്യമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഫോറക്സ് ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന പല ആളുകളും യൂസ് ചെയ്യുന്നതാണ് ഈ ബോട്ട് എന്നുള്ളത്. പല ബോട്ടുകളും എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ആവറേജിങ് മാത്രമാണ് ചെയ്യുന്നത്. പലതരത്തിലുള്ള പേരുകളിലും വരുന്നുണ്ടെങ്കിലും അത് ജസ്റ്റ് ഒരു ആവറേജിങ് ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആവറേജിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മളൊരു POE പോയിൻ്റ്, ഒരു 4 hour ഒരു POE പോയിൻ്റ് അങ്ങനത്തൊക്കെ ഒരു കറക്റ്റായിട്ടുള്ളൊരു മെത്തേഡിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല. പക്ഷെ അതിന് ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു റിസ്ക് മാനേജ്മെൻറ്റ് അതിലുമാണ്. അല്ലാഞ്ഞാൽ അത് മൊത്തത്തിൽ ടോട്ടലി കൊളാപ്സ് ചെയ്യുകയാണ് എൻ്റെ ജീവിതത്തിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. അത്തരത്തിലുള്ള ബോട്ട് ടൂൾസ് കാര്യങ്ങളൊന്നും ഒരു അൾട്ടിമേറ്റ് അല്ല, അതായത് ഒരു എല്ലാ കാലത്തേക്കും അനുയോജ്യമായിട്ടുള്ളതല്ല. ജസ്റ്റ് ഒരു ചെറിയ ചെറിയ ഷോർട്ട് ടൈം പീരീഡിന് ചിലപ്പോൾ നമുക്ക് വിന്നിങ് ആയിരിക്കാം, പക്ഷെ അധികകാലം ഇത് നിൽക്കില്ല. ടോട്ടലി ആ ഒരു ടൈം പീരീഡിനനുസരിച്ച് ഇത് കൊളാപ്സ് ചെയ്യുകയാണ് ഞാൻ അതിലും ഞാൻ കണ്ടിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് ആ ഒരു പ്രീവിയസുള്ള ഡാറ്റ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വിഷ്വലാണ്. ആ ഒരു വിഷ്വലാണ് നമ്മൾ കാണുന്നത്, അത് ബേസിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. പക്ഷെ ഒരിക്കലും ഫ്യൂച്ചറിലെ ഒരു പ്രോഫിറ്റ് ഗ്യാരണ്ടി തരുന്ന യാതൊരു ഇൻഡിക്കേറ്റേഴ്സും ഇല്ല എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഒരു ചുരുങ്ങിയ കാലത്തെ 5 വർഷത്തിനുള്ളിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ ഒരു സ്ട്രാറ്റജി ഇല്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്രയും സ്ട്രഗ്ലിങ് ചെയ്യുന്ന ഒരാളുകളും ഉണ്ടാവില്ലല്ലോ. എല്ലാവർക്കും ഇത്തരത്തിലുള്ള ഒരു ടൂൾസ് വാങ്ങി അത് യൂസ് ചെയ്താൽ പോലെ. ട്രേഡിങ്ങിൽ നമുക്ക് സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു എന്താ പറയുക ടൂൾസ് വാങ്ങുകയല്ല ചെയ്യേണ്ടത്. പ്രോപ്പറായിട്ടുള്ള ഡിസിപ്ലിന്, നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള സ്ട്രാറ്റജി വേണം. അത് ഒരു നോളജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഫസ്റ്റായിട്ട് നമ്മളൊരു എന്താണ് മാർക്കറ്റ്, ഓരോരോ പലതരത്തിലുള്ള ട്രേഡിംഗ് ഉണ്ട്. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ട്, ഫോറക്സ് മാർക്കറ്റ്, പലതരത്തിലുള്ള ക്രിപ്റ്റോ മാർക്കറ്റൊക്കെ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ ഉറച്ചു നിന്നിട്ട് അതിനെ പറ്റിയൊരു നോളജ് ഉണ്ടാക്കുക, അതിൽ പ്രോപ്പറായിട്ടൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക, അതിൽ ഡിസിപ്ലിൻ ആയിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോങ് ടേമിൽ നമുക്ക് സക്സസ്ഫുൾ ആവും. പക്ഷേ ഇത്തരത്തിലുള്ള ടൂളിൽ ഞാനൊരിക്കലും വിശ്വസിക്കുന്നില്ല. ഇവരുടെ ഒരു പ്രീവിയസ് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇവർ മുന്നേ ചെയ്തിരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നിരോധിത പരമായിട്ടുള്ള പലതരത്തിലുള്ള ബെറ്റിംഗ് ഗാംബ്ലിംഗ് ആപ്പുകളാണ്
ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരിത് ചെയ്യുന്നതിൽ ഞാൻ ഒരു വലിയൊരു അത്ഭുതം കാണുന്നില്ല. കാരണം അവർക്കിത് ഓൾറെഡി ശീലമായിട്ടുള്ളൊരു കാര്യമാണ്. ആ ഒരു ഗാംബ്ലിംഗ് മെത്തേഡ് തന്നെ ഇവർ ഈ ഒരു ട്രേഡിങ്ങിനും ഇവർ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇവർ ഉദ്ദേശം വെക്കുന്നത് നമ്മുടെ ഒരു സക്സസ്ഫുൾ അല്ല, നമ്മുടെ ആ ഒരു സെയിൽസ്, അതായത് ആ ഒരു പർച്ചേസ് ആണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. അല്ലാതെ നമ്മൾ രക്ഷപ്പെടണമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല. ഒരു ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സിംഗിൾ വീഡിയോക്ക് അവർക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടാവും. അതായത് അവർക്ക് ആ ഒരു കമ്പനി ഇവർക്ക് ക്യാഷ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ടീം ആയി കഴിഞ്ഞാലും അവർക്ക് ആ ഒരു ക്യാഷ് അവർക്ക് കിട്ടുന്നുണ്ടാവും. അവർ ജസ്റ്റ് അത് പ്രൊമോഷൻ ചെയ്യുക, അതിനുള്ള പേയ്മെൻറ്റ് വാങ്ങി അവർ പോകുന്നുണ്ടാവും. ഇതിൻ്റെ ബാക്കിലുള്ള റിയാലിറ്റി നമ്മൾ അറിയണില്ല. പലതരത്തിലുള്ള ആളുകളും ഈ ട്രേഡിംഗ് എന്നുള്ള രീതിയിൽ പഠിക്കാൻ വരുന്ന ആളുകളും ഇതിൽ ചെന്നിട്ടേക്കാരം വീണ്ടാവുക. അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള ഹൈപ്പുകളിൽ നിങ്ങൾ വീയാതെ നിങ്ങൾ സൂക്ഷിക്കുക. ഈ ഒരു ഹൈപ്പ് കാണുമ്പോൾ നമ്മളെ സ്റ്റുഡൻസ് ആയാലും യങ്സ്റ്റേഴ്സൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാലും എങ്ങനെയും രക്ഷപ്പെടാലോ എന്നുള്ള രീതിയിൽ കുറച്ച് ഫണ്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ സംഘടിപ്പിച്ചിട്ട് ഈ ഒരു സാധനം എടുക്കും. എന്നിട്ട് ലാസ്റ്റ് മൊത്തമായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള സംഭവത്തിൽ വീയാതെ പ്രോപ്പറായിട്ട് ട്രേഡിങ് പഠിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് ട്രേഡിംഗ് എന്നല്ല, പലതരത്തിലുള്ള ട്രേഡിംഗ് ഉണ്ട്. അതിനെക്കുറിച്ച് പഠിക്കുക, അതിൽ ഏതാണ് നിങ്ങൾക്ക് സൂട്ടബിളായിട്ട് തോന്നുന്നത് അതിൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള മാജിക്കൽ സ്ട്രാറ്റജി അല്ലെങ്കിൽ മാജിക്കൽ ഇൻഡിക്കേറ്റേഴ്സിൽ നിങ്ങൾ സമയം കളയാതെ പ്രോപ്പറായിട്ട് ഒരു എഡ്യൂക്കേഷൻ, ഇതിനെപ്പറ്റി ഒരു നോളജ് ഉണ്ടാക്കുക. നിങ്ങൾ ഏത് ട്രേഡിംഗ് ആണോ ഫോക്കസ് ചെയ്യുന്നത് അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടാക്കുക. അതിൽ എന്താ പറയുക, പ്രോപ്പറായിട്ട് ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക. അത് ബൈ ടൈം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്ന, അല്ലാതെ ഒറ്റ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് ഒരാഴ്ച കൊണ്ട് ഉണ്ടാക്കുന്നതല്ല. മാർക്കറ്റിൽ നമ്മൾ ഇരുന്നു കൊണ്ട് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണിത്. അല്ലാതെ ജസ്റ്റ് ഒരു ടൂളോ കാര്യങ്ങളോ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് കോൺഫ്ലുവൻസസിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നതിൽ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. അതായത് RSI അങ്ങനത്തെ പല തരത്തിലുള്ള ടൂളുകൾ നമ്മുടെ ഒരു മെത്തേഡ് വെച്ചിട്ട്, ഇപ്പോൾ ഓർഡർ ബ്ലോക്ക് ആയിക്കോട്ടെ, പ്രൈസ് ആക്ഷൻ വെച്ചിട്ട്, അങ്ങനെ പലതരത്തിലുള്ള സ്ട്രാറ്റജി ബേസിലായിട്ട് കോൺഫ്ലുവൻസസിന് വേണ്ടി. കോൺഫ്ലുവൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിൽ കൂടുതൽ കാരണങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ ട്രേഡിങ്ങിന് എൻ്റർ ചെയ്യുന്നതിനാണ് നമ്മൾ കോൺഫ്ലുവൻസസ് ഓഫ് ട്രേഡിംഗ് എന്നുള്ള സംഭവം പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾക്കൊരു സപ്പോർട്ട് ഉണ്ട്, അതുപോലെ തന്നെ അതിലൊരു ഓർഡർ ബ്ലോക്ക്, അത് കുറച്ച് കാര്യങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ ഉള്ള രീതി, അതാണ് ഈ സംഭവം. ആരെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ഹൈപ്പിൽ വീയാൻ പോവുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ശരിയായിട്ടുള്ള ഒരു രീതിയല്ല, ട്രേഡിങ്ങിൻ്റെ ശരിയായിട്ടുള്ള ഒരു രീതിയല്ലത്. ഇവർ ഈ ഒരു ബെറ്റിംഗ് ആപ്പിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പരിപാടി നടക്കാത്തതുകൊണ്ട് ഇവർ ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പുതിയ മേഖല എന്നുള്ള രീതിയിലാണ് ഇവരിത് കാണുന്നത്. ആ ഒരു ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സെയിൽസ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ പർച്ചേസ് ആണ് അവർ ലക്ഷ്യം വെക്കുന്നത്. അത് കഴിഞ്ഞ് അപ്പോൾ ബാക്കിയുള്ള അനുഭവിക്കേണ്ടത് നമ്മളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതെ പ്രോപ്പറായിട്ട് ട്രേഡിങ് പഠിക്കണം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക, നോളജ് ബിൽഡ് ചെയ്യുക. എന്താണ് ട്രേഡിങ്, അല്ലാന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ട്രേഡിങ്ങിന് നിങ്ങൾക്ക് അനുയോജ്യം ഏതാണ് അത് ചൂസ് ചെയ്യുക, അതിൽ മുന്നേറി പഠിക്കുക. നമുക്കൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഇതുപോലെയുള്ള ഫിനാൻഷ്യൽ കണ്ടൻറ്റുകൾക്കായിട്ട് നമ്മളെ പേജ് ഫോളോ ചെയ്യാം. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. എനിക്ക് ഈ ഒരു നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് അടുത്തൊരു വീഡിയോ ചെയ്യാനുള്ള ഫ്യൂൽ എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കുന്നത്.